മലപ്പുറം കാളികാവിലേക്ക് പോവുകയാണ്. അവിടെ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. കരുവാരക്കുണ്ട് പാന്ത്രയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. പ്രദേശത്ത് വൻ പ്രതിഷേധവുമുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, അങ്ങനെ മാസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശത്ത് വലിയ പ്രതിഷേധം കാണുന്നുണ്ട്. എന്താണ് ആളുകളുടെ ആവശ്യം? ജിൽസി, അതായത് ഈ കടുവയ്ക്ക് ഈ കടുവ എങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും റേഡിയോ കോളർ ധരിപ്പിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ കൊണ്ടുവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് തുടങ്ങിയ ആവശ്യങ്ങൾ നേരത്തെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. അതായത് ഇവിടെ നിന്ന് പിടികൂടുന്ന ഈ വന്യജീവികളെ സമീപത്തെ കാടുകളിൽ തന്നെ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യവും പിന്നീട് അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ആക്ഷേപവും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം, അതായത് സമീപ കാടുകളിൽ തന്നെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആളുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ അധികം നാളുകളായി പ്രദേശത്തെ ആളുകൾ ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പല ഘട്ടങ്ങളിലും വലിയ പ്രതിഷേധങ്ങളിലേക്കും വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1.5 മാസത്തിന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഈ കടുവയെ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഈ കടുവയെ നേരിട്ട് കാണുന്ന സാഹചര്യം ഈ വനപാലകർ അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന സംഘം പലപ്പോഴും നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും വെടിവെക്കാനോ അല്ലെങ്കിൽ പിടികൂടാനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ള ആരോപണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും നാട്ടുകാർ തന്നെ നേരിട്ട് കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജനവാസ മേഖലയ്ക്ക് സമീപം വരെ കടുവയെ കണ്ട ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് വനംവകുപ്പ് വന്ന് കൂടി സ്ഥാപിച്ചു എങ്കിൽ പോലും ഇത്തരത്തിൽ പലതവണ ആളുകൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്, അതായത് ഈ കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ അതിന് വെടിവെക്കാനോ എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്നുള്ള ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. കരുവാരക്കുണ്ടിലെ പാന്ത്ര സുൽത്താന എസ് വളവിലാണ് ഇന്ന് വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് രാവിലെയോടുകൂടി തൊഴിലാളികൾ ഈ കടുവയെ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. ഈ കടുവയുടെ ഇടത്തെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുഖത്തിന്റെ ഇടത്തെ ഭാഗത്തായി കണ്ണിന് സമീപത്തായാണ് ഇതിന് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ കടുവയെ ഇനി മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് അധികൃതർ അല്പസമയത്തിനകം തന്നെ നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മാറ്റുകയാണെങ്കിൽ റേഡിയോ കോളർ ധരിപ്പിച്ച് മാത്രമേ മാറ്റാവൂ എന്നുള്ള ഒരാവശ്യം പ്രത്യേകമായ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയ്ക്ക് വിരാമമാവുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത്. അതിനിടെ കടുവയെ സമീപ പ്രദേശത്ത് തന്നെ തുറന്നുവിടുന്നതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധമാണ്. കടുവയെ കൊല്ലണം, സമീപ പ്രദേശത്ത് തുറന്നുവിട്ടാൽ വീണ്ടും സൂര്യജീവിതം സാധ്യമാകില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിക്കുന്നത്.
യെസ്, മലപ്പുറം കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഗഫൂറിനെ കൊന്ന നരഭോജി കടുവയാണ് മാസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടിരിക്കുന്നത്. കടുവയെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ ഇതുവരെ നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല. കടുവയെ സമീപ പ്രദേശങ്ങളിൽ തുറന്നു വിടുമോ എന്നുള്ള ആശങ്ക കൂടിയാണ് നാട്ടുകാർക്കുള്ളത്. കടുവയെ കൊല്ലണം അല്ലെങ്കിൽ ദൂരെ സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ അവിടെ സംഘടിച്ച് പ്രതിഷേധിക്കുന്നത് കൂടിയാണ് കാണുന്നത്. കുറേ മാസങ്ങളായി കടുവ ഇവരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നാട്ടുകാരുമായി ചർച്ച നടത്തി, വനപാലകരൊക്കെ നാട്ടുകാരുമായി ചർച്ച നടത്തിയവർക്കൊരു ഉറപ്പ് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരമൊരു ഉറപ്പ് ലഭിക്കാത്ത പക്ഷം ആ കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് കൂടിയാണ് നാട്ടുകാർ പറയുന്നത്. കരുവാരക്കുണ്ടിൽ വെച്ചാണ് കടുവ പിടിയിലായത്. ആ സ്ഥലത്താണ് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. നരഭോജി കടുവയെ വീണ്ടും സമീപ പ്രദേശത്തേക്കുള്ള കാട്ടിലേക്ക് തുറന്നുവിടുകയാണെങ്കിൽ വീണ്ടും സ്വൈര്യജീവിതം തടസ്സപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ കൂടിയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ജംഷീറിലേക്കാണ്. ജംഷീർ, എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? ദൃശ്യങ്ങളിൽ നിന്ന് വനപാലകരാണെന്ന് തോന്നുന്നു, അതോ പോലീസാണോ എന്നറിയില്ല. അവർ നാട്ടുകാരുമായൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക? കടുവയെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ലേ നിലവിൽ?